വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റുകൾ ആണ് ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം മറ്റ് മന്ത്രിമാരോട് അടക്കം വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. വളരെ കൃത്യമായ പ്രചാരണ പരിപാടികളിലേക്ക് CPIM കടക്കുകയാണ്. ഇപ്പോൾ തന്നെ ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മേഖലാ ജാഥകൾ കൂടി ആരംഭിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് സംസ്ഥാനത്ത് വരിഞ്ഞു മുറുക്കുന്നത്, ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ എതിരാളികൾ എന്തൊക്കെ വിമർശനങ്ങൾ ആണ് ഉന്നയിക്കുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങളിലെ യാഥാർത്ഥ്യമെന്ത്, ഇതെല്ലാം ജനങ്ങളുമായി തുറന്നു പറയുകയും സമ്മതിക്കുകയും ചെയ്യണം. മന്ത്രിമാർ കൂടി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാനെന്ന നിർദ്ദേശമടക്കം നൽകുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലേറുവാനുള്ള ഒരു അവസരം ആണ് ഇടതുമുന്നണിക്ക് മുന്നിൽ ഉള്ളത്. അതിലേറ്റവും നിർണായകമാകുന്നത് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPIMന്റെ നിലപാടുകൾ ആണ്. ഇക്കുറി പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ടേം വ്യവസ്ഥയിൽ അടക്കം ഇളവ് അനുവദിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് CPIM ഒരുങ്ങുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മറ്റു ചില ആളുകൾക്ക് കൂടി പ്രായപരിധിയിൽ അടക്കം ഇളവ് അനുവദിക്കുവാനുള്ള നീക്കം ആണ് ഇപ്പോൾ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ തുടർ ഭരണം എന്നത് സാധ്യമാകണമെങ്കിൽ അത്തരം ചില ആളുകളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ മത്സര രംഗത്തേക്ക് ഇറക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് CPIMന്റെ ഒരു പൊതുവിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ടേം വ്യവസ്ഥയിലും അതോടൊപ്പം തന്നെ പ്രായപരിധിയിലും ഇത്തവണ ചില നേതാക്കൾക്ക് ഇളവ് നൽകും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രമുഖരെ കളത്തിലിറക്കിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിലാരൊക്കെയാണ് ഇടം പിടിക്കുക എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലൊന്നാമതായി തന്നെ സൂചിപ്പിക്കാനുള്ളത് ഡോക്ടർ തോമസ് ഐസക്കിന്റെ പേര് തന്നെയാണ്. ഡോക്ടർ തോമസ് ഐസക്ക് CPIMന്റെ മുതിർന്ന അംഗം ആണ്. തോമസ് ഐസക്ക് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അതായത് CPIMന്റെ മറ്റ് പ്രമുഖരായ ആളുകളെ അടക്കം മത്സരരംഗത്തേക്ക് ഇറക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരം പോലെ വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം വിവാദമായിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. തിരുവനന്തപുരത്തിൻ്റെ വിവാദത്തിന് പ്രധാനപ്പെട്ട കാരണം എന്നത് നിലവിലെ MLAക്ക് തുടരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ തോമസ് ഐസക്കിനെ പോലെ ഒരു മുതിർന്ന സ്ഥാനാർത്ഥിയെ രംഗത്ത് ഇറക്കിയേക്കാം എന്നതാണ് എടുത്തു പറയേണ്ടത്. ആലപ്പുഴ പോലെ, അതായത് ഇക്കുറിയും കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്ന ആലപ്പുഴയിലും ഒരുപക്ഷെ മത്സര രംഗത്ത് ഇറക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള വിജയരാഘവൻ ഇത്തവണ സ്ഥാനാർത്ഥിയായി രംഗത്ത് എത്തിയേക്കാം. സുരേഷ് കുറുപ്പിന്റെ പേര് സജീവമായി തന്നെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വളരെ നിർണായകമായ നീക്കങ്ങളിലേക്ക് ഇപ്പോൾ പാർട്ടി കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. P ജയരാജൻ പോലെയുള്ള പേരുകളൊക്കെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. VV അരുൺ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരാൻ പോകുന്നത്. ഇങ്ങനെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയുള്ള മുതിർന്ന സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് CPIM പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VV അരുൺ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, മുതിർന്ന സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളായി രംഗത്ത് ഇറക്കുക, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന സീറ്റുകളിൽ വിജയിക്കുക, ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിപ്പെടുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത്തരം ആലോചനകൾ ശക്തമായി തന്നെ CPIMൽ നടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ CPIMന്റെ ഇടതുമുണ്ട് ക്യാമ്പയിൻ നയിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ആരാണ് മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ CPIM പിന്നീട് മാത്രമേ തീരുമാനമെടുക്കൂ. സാധാരണ അത് തന്നെയാണ് CPIMന്റെ പതിവ്. ഇത്തവണ പിണറായി വിജയനെ കൂടാതെ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട നേതാവ് വിജയരാഘവനാണ്. അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും ആ രീതിയിൽ മത്സരിക്കുകയോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് എത്തുകയോ ചെയ്തില്ല. പക്ഷേ ഇത്തവണ അദ്ദേഹം മത്സരിക്കാനുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. 2 മണ്ഡലങ്ങളാണ് വിജയരാഘവന് വേണ്ടി പരിഗണിക്കപ്പെടുന്നത്. അതൊന്ന് പൊന്നാനിയാണ്. മലപ്പുറത്ത് CPIM ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിലൊന്ന് പൊന്നാനിയാണ്. നന്ദകുമാറാണ് നിലവിലെ MLA. അദ്ദേഹം ഒരു ടേമേ ആയുള്ളൂ. പക്ഷേ അവിടെ വിജയരാഘവനെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട ബിന്ദുവിൻ്റെ ഇപ്പോഴത്തെ സീറ്റിൽ ഒരുപക്ഷെ വിജയരാഘവൻ മത്സരിച്ചേക്കാം. അത്തരം സാധ്യതകളാണ് CPIMന്റെ മുന്നിലുള്ളത്. വിജയരാഘവൻ മാത്രമല്ല, കഴിഞ്ഞ തവണ പ്രായപരിധിയുടെ പേരിലും അതുപോലെ തന്നെ
ടേം നിബന്ധനയുടെ പേരിലും മാറ്റി നിർത്തപ്പെട്ട നേതാക്കളുണ്ട്. ഇ പി ജയരാജൻ, തോമസ് ഐസക്, ജി സുധാകരൻ തുടങ്ങിയ പേരുകൾ. നേരത്തെ ഇതിൽ തോമസ് ഐസക് മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, തലസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ തോമസ് ഐസക്കിനെ മത്സരിപ്പിച്ചേക്കാം. ജി സുധാകരൻ കാര്യത്തിൽ അദ്ദേഹം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന അഭിപ്രായമൊക്കെ പലയിടങ്ങളിലും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ പരമാവധി അടുപ്പിച്ചു കൊണ്ടുവരാൻ CPM ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജി സുധാകരൻ്റെ പേരും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുമോ എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ അദ്ദേഹവും മത്സരിച്ചേക്കാം. കെ ശൈലജ തുടർച്ചയായി 2 തവണ മത്സരിച്ച ആളാണ്. ശൈലജയ്ക്ക് വീണ്ടും സീറ്റ് നൽകാൻ തന്നെയാണ് സാധ്യത. ഇ പി ജയരാജനെ പോലെ കഴിഞ്ഞ തവണ മാറ്റി നിർത്തപ്പെട്ട പ്രധാനപ്പെട്ട നേതാവുണ്ട്. EPയെയും ഒരുപക്ഷെ വീണ്ടും മത്സരിപ്പിച്ചേക്കാം. അതിൽ MA ബേബിയാണ് ഇത്തരം ഒരു നീക്കത്തിന് നേതൃത്വം നൽകുന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുകൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാവുന്ന ഒന്നിലധികം പേരുകൾ മത്സരരംഗത്തുണ്ടാകട്ടെ എന്നൊരു നിലപാട്. പിണറായി വിജയൻ എന്തായാലും ഇളവ് നൽകണം. അങ്ങനെ ഇളവ് നൽകുമ്പോൾ കൂടുതൽ നേതാക്കൾക്ക് ഇളവ് നൽകുന്നതല്ലേ നല്ലത്? സീറ്റുകൾ നിലനിർത്താൻ അതല്ലേ കൂടുതൽ നല്ലത്? ഒരുപക്ഷെ ഈ ഒരു പല പേരുകളും CPMൻ്റെ ഉറച്ച കോട്ടകളിലായിരിക്കില്ല ഈ നമ്മൾ പറഞ്ഞ പല പേരുകാരും ഒരുപക്ഷെ മത്സരിക്കാനിറങ്ങുക. അവർക്ക് അത്തരം സീറ്റുകളിൽ ഒരു നിലവിലുള്ള ഒരു ടൈം മാത്രമുള്ള MLA-മാരെയോ അല്ലെങ്കിൽ 2 ടൈമുള്ള MLA-മാരെയോ ഒക്കെ നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ ഈ പ്രധാന നേതാക്കളുടെ സാന്നിധ്യം വന്നാൽ റിസൾട്ട് മാറാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ അത്തരം മണ്ഡലങ്ങൾ കൂടി കണ്ടുപിടിച്ച ശേഷം അവിടങ്ങളിൽ ഈ മുതിർന്ന നേതാക്കളെ ഇറക്കാമെന്ന ആലോചനയുണ്ട്. അത് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുകൾ, പക്ഷേ പിണറായി വിജയൻ പൂർണ്ണസമയം അടുത്ത തവണ ഭരണം കിട്ടിയാലും അദ്ദേഹം മുഖ്യമന്ത്രി ആകണമെന്നില്ല. അതിൻ്റെ പ്രായം 80 വയസ്സ് പിന്നിടുന്നു. അങ്ങനെയെങ്കിൽ മറ്റു ചില പേരുകൾ കൂടി അതിലേക്ക് പോകേണ്ടി വരും. അത് ഒരു കാരണമാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന്, പ്രതിപക്ഷത്താണെങ്കിലും പിണറായി വിജയൻ ഇടതുമുന്നണി പ്രതിപക്ഷത്തേക്ക് പോയാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യത വിരളമാണ്. അങ്ങനെ അപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കൾ വേണം. ഇടതുമുന്നണിക്ക് പ്രതിപക്ഷത്തിരിക്കാനാണ് ജനവിധിയെങ്കിൽ സ്വാഭാവികം അവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം വേണം. അത്തരം സാധ്യതകളൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം CPMൽ നിന്നുണ്ടായേക്കാം. ഇതൊരു അന്തിമ രൂപമായ ഒന്നല്ല. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടാൻ പോകുമെന്ന് കരുതുന്ന ഒരു നിർദ്ദേശമാണ്. അങ്ങനെ ഒരു നിർദ്ദേശം ഒരുപക്ഷെ ഇന്ന് ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ പിണറായി വിജയന് പുറമെ ആരൊക്കെയാണ് പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് വേറെ ആരെങ്കിലും മത്സരിക്കാനുണ്ടോ? അവിടെയാണ് വിജയരാഘവൻ്റെ പേര് ഏറ്റവും സജീവമായി പരിഗണനയുള്ളത്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ആരൊക്കെ മത്സരിക്കണം? കഴിഞ്ഞ തവണ ഈ നിബന്ധനകളുടെ ടേമിൻ്റെ പേരിലുമൊക്കെ മാറ്റി നിർത്തപ്പെട്ട തോമസ് ഐസക്കിനെ പോലുള്ള പേരുകളൊക്കെ ആ ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടേക്കാം. ഇ പി ജയരാജനും കെ ശൈലജയും വീണ്ടും മത്സരിക്കണമെങ്കിലും അത്തരം അനുമതി, കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി ആവശ്യമാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ചർച്ചകൾ പോവുകയാണ്. മുതിർന്ന നേതാക്കൾ തന്നെ മത്സരിക്കട്ടെ. നേരത്തെ പ്രായത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ടേമിൻ്റെ പേരിലുമൊക്കെ മാറ്റി നിർത്തി പുതുമുഖങ്ങൾക്ക് അവസരം നൽകുമ്പോൾ പുതുമുഖങ്ങൾക്കൊപ്പം പരിചയസമ്പന്ന നേതാക്കളെ കൂടി മത്സരരംഗത്തിറക്കണം. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു പോരാട്ടത്തിനാണ് CPM ഇത്തവണ ഇറങ്ങാൻ പോകുന്നത്. 1970കളുടെ പകുതിക്ക് ശേഷം CPMൻ്റെ മന്ത്രിസഭ ഇല്ലാതെ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെങ്കിലും മന്ത്രിസഭ ഇല്ലാതെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഭരണം പോയാൽ അങ്ങനെ രാജ്യത്തൊരിടത്തും ഭരണത്തില്ലാത്ത അവസ്ഥയിലേക്ക് CPM എടുത്തെറിയപ്പെടും. അതുണ്ടാകാൻ CPMൻ്റെ കേന്ദ്ര നേതൃത്വവും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട്, അതും നേരത്തെ മാറി നിന്നവരടക്കം മുതിർന്ന നേതാക്കളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് അവരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ, പിടിച്ചെടുക്കാവുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവിടെയെങ്കിലും അവരെ മത്സരിപ്പിച്ചുകൊണ്ട്, അത് സാധാരണഗതിയിൽ ഇ പി ജയരാജനും തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ മത്സരിക്കുന്നത് സാധാരണഗതിയിൽ ഉറച്ച സീറ്റുകളിലാണ് അവർ മത്സരിച്ച് വരാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല, അവരെ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് നിന്ന് പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ UDFൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് കൂടി അവരെ ഇറക്കിക്കൊണ്ട് അത്തരം ഒരു പോരാട്ടത്തിന് കൂടി തയ്യാറെടുക്കാവുന്ന സൂചനകളാണ് CPMൽ നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു അന്തിമ തീരുമാനമായിട്ടുള്ള CPMൻ്റെ നേതൃത്വത്തിലെ ആലോചനയാണ്. കേന്ദ്ര നേതൃത്വ നിർദ്ദേശമാണെങ്കിൽ പോലും അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി അനുമതി കിട്ടേണ്ട, അല്ലെങ്കിൽ അവരുടെ കൂടി അംഗീകാരം വേണ്ടതുണ്ട്. സംസ്ഥാനത്തെ കാര്യങ്ങളൊരു പരിധിക്കപ്പുറത്തേക്ക് കേന്ദ്ര നേതൃത്വം ഇടപെടില്ല. പക്ഷേ അപ്പോഴും ഇങ്ങനെ സജഷനായി മുകളിൽ നിന്ന് വന്നാൽ, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് സജഷൻ വന്നാൽ സംസ്ഥാന നേതൃത്വം തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാകും. ഏത് വിധേനയും ഭരണം നിലനിർത്തണം. അതുകൊണ്ട് പരമാവധി എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കാൻ തന്നെയാകും CPM തീരുമാനം. അവിടെയാണ് ഈ മുതിർന്ന നേതാക്കളെ, ഒന്നിലധികം പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായവർ തന്നെ കഴിഞ്ഞ തവണ സീറ്റ് ലഭിക്കാത്തവരുടെയൊക്കെ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന CPMൽ നടക്കുന്നത്. യെസ്, തീർച്ചയായും മുതിർന്ന നേതാക്കളെ അടക്കം രംഗത്തിറക്കിക്കൊണ്ട് കളം പിടിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്നു. അവിടെ അരുൺ, എന്തിനു മുതിർന്ന നേതാക്കൾ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ട്. അതോടൊപ്പം തന്നെ പക്ഷേ ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടേതുപോലെ അങ്ങനെ പരസ്യമായ പ്രതികരണങ്ങളോ ഒന്നും പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകാറില്ല. അതൊരു കേഡർ പാർട്ടി സംവിധാനത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊക്കെ മനസ്സിലാക്കാം. എങ്കിൽ പോലും ഇപ്പോൾ നമ്മളിത് സൂചിപ്പിക്കുമ്പോൾ പോലും വയനാട്ടിലെ പാർട്ടിയിൽ ഉൾപ്പെടെയൊക്കെയുള്ള പൊട്ടിത്തെറികളുമായി ബന്ധപ്പെട്ട വാർത്തകളടക്കം പുറത്തു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുടെ ഒരു വലിയ നിര മുന്നിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവസരങ്ങൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? ഒരുപക്ഷെ അത്തരം സാധ്യതകളെ എങ്ങനെയായിരിക്കാം പാർട്ടി
ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക? ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം തന്നെയാണ്. എന്തുകൊണ്ട് ഇടതുമുന്നണി ഭരണത്തുടർച്ച ഇത്രയധികം ആഗ്രഹിക്കുന്നു, അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നു? MA ബേബി അടക്കമുള്ള CPM നേതാക്കൾ പറയുന്നത് സ്വാഭാവികം ഭരണം തന്നെ ദുഷിപ്പാണ്. ഭരണം ലഭിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായുള്ള ദുഷിപ്പുകൾ പാർട്ടിയിലും സംഘടനയിലും അതുപോലെ തന്നെ സഖാക്കളിലുമൊക്കെ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ഉള്ളപ്പോഴും ഭരണമില്ലാത്തൊരവസ്ഥ വന്നാൽ എന്താകും CPMൻ്റെ ഗതി? CPM 4 സംസ്ഥാനങ്ങളിൽ, കേരളവും 3 സംസ്ഥാനങ്ങൾ, കേരളവും പശ്ചിമ ബംഗാളും ത്രിപുരയിലുമൊക്കെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ മറ്റു 2 സംസ്ഥാനങ്ങൾ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. അതിൽ നിന്ന് കേരളത്തിലേക്ക് മാത്രമായി ഒതുങ്ങുമ്പോൾ അവിടെ കൂടി നഷ്ടപ്പെട്ടാൽ എന്താകും CPMൻ്റെ രാഷ്ട്രീയ പ്രസക്തി? ദേശീയ പാർട്ടി എന്ന പദവിയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. ഒരു ഇടതുപക്ഷ ബദൽ എന്ന് എവിടെയെങ്കിലും ഉയർത്തിക്കാട്ടാൻ ഉള്ള പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത് കേരളമാണ്. ഇനിയും പ്രതീക്ഷയുള്ളത് കേരളത്തിൽ മാത്രമാണ്. ബംഗാൾ ഒരു തിരിച്ചുവരവ് സമീപകാലത്തും CPMന് ഉണ്ടാകാനിടയില്ല. ത്രിപുരയിലും അത്ര എളുപ്പമല്ല. വോട്ട് വിഹിതത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു പക്ഷേ കണക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഭരണത്തിലേക്ക് തിരിച്ചെത്തുക എളുപ്പമല്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് CPMന് ഏറ്റവും നിർണായകമാണ്. ഭരണം അനിവാര്യം തന്നെയാണ്. അവർ പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല. അവരുടെ പ്രത്യശാസ്ത്രപരമായ വിപ്ലവമൊക്കെ പറയുമെങ്കിലും അവർക്ക് ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭരണ തുടർച്ച ഉണ്ടാക്കിയേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഈ കാരണം യുവാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരുപക്ഷേ ചിലയിടങ്ങളിലൊക്കെ യുവാക്കളെ തന്നെ മത്സരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പുതുമുഖങ്ങളെ ഇറക്കേണ്ട സാഹചര്യം അനിവാര്യമായി തീരും. പൊതുസ്വതന്ത്രരെ ഇറക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോഴും ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് ജി സുധാകരൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹം പാർട്ടിയുമായി ഇപ്പോൾ അകന്നിൽക്കുക. തനിക്ക് ഇനിയും പാർട്ടിയിൽ ബാല്യമുണ്ട്, പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ തനിക്ക് ഇനിയും ഏറെ ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്ന നേതാവാണ് സുധാകരൻ. അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ അത് വ്യക്തമാക്കുന്നതുമാണ്. അങ്ങനെയുള്ള നേതാക്കളെയൊക്കെ രംഗത്തിറക്കിയാൽ അത് ഏതെങ്കിലും തരത്തിൽ ഒരു സീറ്റെങ്കിലും അധികം ലഭിക്കാൻ സഹായിക്കുമെങ്കിൽ എന്തുകൊണ്ട് അത് ആയിക്കൂടാ എന്ന ചോദ്യമാണ് CPMനുള്ളത്. ഒരുപക്ഷേ ഈ നേതാക്കൾ വരുമ്പോൾ പലയിടത്തും സീറ്റിന് വേണ്ടി തർക്കങ്ങളൊക്കെ മറ്റു പാർട്ടികളുള്ളതുപോലെ പരസ്യമായില്ലെങ്കിൽ പോലും ഉൾപാർട്ടിയിൽ ഉണ്ടാകാം. ആ ചെറിയ അസ്വാരസ്യങ്ങൾ പോലും ഒരു മണ്ഡലത്തിൻ്റെ ഗതി നിർണ്ണയിച്ചേക്കാം. അവിടെ ഇത്തരം പ്രധാനപ്പെട്ട നേതാക്കൾ വരുമ്പോൾ അത്തരം അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടും. അവരുള്ളപ്പോൾ കുറച്ചുകൂടി ജനങ്ങളുടെ പിന്തുണ ലഭിക്കും. ജി സുധാകരനെയൊക്കെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന വലിയ അതൃപ്തി താഴേക്കിടയിലുള്ള പ്രവർത്തകർക്കെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ CPMലുണ്ട്. ജി സുധാകരൻ്റെ കാര്യം അങ്ങനെയാണ്. EP ജയരാജൻ പാർട്ടിയുമായി അത്ര സജീവമല്ലാതെ പലപ്പോഴും മാറി നിൽക്കാൻ കാരണവും ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ ഇടപെടലും ഒക്കെ തന്നെയാണ്. അങ്ങനെ മാറുമ്പോൾ ജയരാജൻ വരുമ്പോൾ കുറച്ചുകൂടി ആളുകളെ ആ രീതിയിൽ ജയരാജൻ ഇറക്കേണ്ടി വന്നാൽ, ജയരാജൻ മത്സരിക്കേണ്ടി വന്നാൽ അദ്ദേഹത്തെ ആരാധനയോടെ കാണുന്ന വലിയൊരു സമൂഹം പാർട്ടി പ്രവർത്തകർ തന്നെയുണ്ട്. അവിടെ ക്യാമ്പയിനിലൊക്കെ പുതിയൊരു ഊർജ്ജം ലഭിക്കും. അങ്ങനെ എല്ലാ സാധ്യതകളും, ഗുണം ചെയ്യാവുന്ന എല്ലാ അവസരങ്ങളും, എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് CPM തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കളെ കൂടി മത്സരരംഗത്ത് ഇറക്കുന്നത്. അവിടെ യുവാക്കളെ പൂർണ്ണമായും തടയുന്നൊരു സമീപനം CPMൻ്റെ ഭാഗത്തുണ്ടാകില്ല. സാധാരണ ഇതിലുള്ളതുപോലെ CPMൻ്റെ പട്ടികയിൽ യുവാക്കൾക്കും അതുപോലെ തന്നെ വനിതകൾക്കുമൊക്കെ പ്രാതിനിധ്യം കൊടുക്കും. അപ്പോഴും ഈ പരിചയസമ്പന്നരായ നേതാക്കളെ പാർലമെൻറ്റ് രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള നേതാക്കളെ കൂടി ഇറക്കിക്കൊണ്ട് പരമാവധി സീറ്റുകളിൽ വിജയിച്ചു വരിക, അത് ഒരുപക്ഷേ എതിരാളികളുടെ തട്ടകങ്ങളിലാകാം, എതിരാളിയുടെ കോട്ടകളിലാകാം ഇത്തരം നേതാക്കളെ ഒരുപക്ഷേ മത്സരിക്കാൻ ഇറക്കുക. അവരുടെ സാന്നിധ്യം തന്നെ അവിടെ ഒരു റിസൾട്ടിന് മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷ കൂടി CPMനുണ്ട്. അതൊരു പ്രപ്പോസൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നാകാം ഉണ്ടാവുക. കേന്ദ്ര കമ്മിറ്റിയുടെയും പൊളിറ്റ് ബ്യൂറോയുടെ ഭാഗത്ത് ഒരു പ്രപ്പോസൽ വന്നാൽ അതിനെ എങ്ങനെ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുമെന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും ഈ നേതാക്കളുടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ മത്സര രംഗത്തേക്കുള്ള വരവ്. മുതിർന്ന നേതാക്കളെ അടക്കം കളത്തിലിറക്കിക്കൊണ്ട് ഇനിയും ഒരു തുടർ ഭരണത്തിലുള്ള സാധ്യത തേടുക തന്നെയാണ് ഇടതുമുന്നണി. അതിൽ തന്നെ CPM ടേം വ്യവസ്ഥയിലും പ്രായം സംബന്ധിച്ച വ്യവസ്ഥകളിലുമൊക്കെ ഇളവ് അനുവദിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുതിർന്ന നേതാക്കളിൽ പലരും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കളത്തിൽ ഇറങ്ങുവാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ പാർട്ടിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.